നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. അന്നമനടയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് പുറത്ത്. ടെസി ടൈറ്റസിനെതിരെയുള്ള അവിശ്വാസം 10-8 അനുപാതത്തിലാണ് പാസായത്. അമിതവിലയ്ക്ക് അനധികൃത മദ്യവിൽപ്പന നടത്തുന്നയാളെ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. പോത്തുംകടവ് നാളിയാട്ട് വീട്ടിൽ ഷമിതനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് പിടികൂടിയത്. ലഹരി വിരുദ്ധ സന്ദേശം നൽകി പറവൂർ ബസ് സ്റ്റാൻഡിൽ തെരുവു നാടകം. വിദ്യാർത്ഥികൾ തെരുവു നാടകം അവതരിപ്പിച്ചത് കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. അന്നമനടയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് പുറത്ത്. ടെസി ടൈറ്റസിനെതിരെയുള്ള അവിശ്വാസം 10-8 അനുപാതത്തിലാണ് പാസായത്. കോൺഗ്രസ് അംഗം കൃഷ്ണകുമാർ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയതോടെയാണ് ടെസി ടൈറ്റസിന് പുറത്തേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടത്. 19-അംഗ ഭരണസമിതിയിൽ LDFും UDFും തുല്യ അംഗബലമായതോടെ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസ് പക്ഷത്തു നിന്ന് വിജയിച്ച കൃഷ്ണകുമാർ മറുകണ്ഠം ചാടിയതോടെയാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പുറത്തായിരിക്കുന്നത്. ഇതോടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കൃഷ്ണകുമാറിന് അയോഗ്യത കൈവരും. ആ വാർഡിൽ തെരഞ്ഞെടുപ്പും സംജാതമാകും. ഇന്നലെ പ്രസിഡന്റ് PV വിനോദിനെതിരെ UDF നൽകിയിരുന്ന അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാതെ തള്ളിയിരുന്നു. LDF അംഗങ്ങൾ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇരുന്നതിനെ തുടർന്ന് ക്വാറം തികയാതെ വന്നതിനാലാണ് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാതെ തള്ളിയത്. ഇന്നലെയും വിപ്പ് നൽകിയിരുന്നെങ്കിലും കൃഷ്ണകുമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. മീഡിയ ടൈം മാള. 1-ാം തീയതിയിലും മറ്റു ഡ്രൈ ഡേ ദിവസങ്ങളിലും രഹസ്യമായി മദ്യം സൂക്ഷിച്ചു വെച്ച് അമിത വിലയ്ക്ക് അനധികൃത മദ്യവിൽപ്പന നടത്തുന്നയാളെ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. കൊടുങ്ങല്ലൂർ താലൂക്ക് പാപ്പിനിവട്ടം പൂവത്തുംകടവ് നാളിയാട്ട് വീട്ടിൽ മാധവന്റെ മകൻ 42 വയസ്സുള്ള ഷമിതനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M. ശ്യാംനാഥും സംഘവും പിടികൂടിയത്. ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന 103 കുപ്പി മദ്യം പിടിച്ചെടുത്തു. എക്സൈസ് പരിശോധന ഭയന്ന് രഹസ്യമായി വീടിന് പുറകിൽ രഹസ്യ അറ ഉണ്ടാക്കിയാണ് ഇയാൾ മദ്യം സ്റ്റോക്ക് ചെയ്തിരുന്നത്. സമീപത്ത് നിന്നും മുൻപും ഇത്തരം അനധികൃത മദ്യവിൽപ്പന കേസുകൾ എക്സൈസ് പിടികൂടിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്നമനട ഏരിയ കൺവെൻഷൻ നടന്നു. അഷ്ടമിച്ചിറയിൽ നടന്ന കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈല ജോയ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഏരിയ സെക്രട്ടറി അടക്കം ഗവൺമെന്റ് പറഞ്ഞ ആ വിജ്ഞാപനം നടപ്പിലാക്കാൻ ഗവൺമെന്റിന് സാധിച്ചില്ല. റിട്ടയർമെന്റ് ആനുകൂല്യം വളരെ കുറച്ച് 20 രൂപ അടച്ചപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ആനുകൂല്യത്തിന്റെ പകുതി ആനുകൂല്യമാണ് 50 രൂപ അടയ്ക്കുമ്പോൾ നമുക്ക് ഗവൺമെന്റ് നമുക്ക് തരുന്നത്. അതിനെതിരെയാണ് നമ്മൾ പല കേസുകൾ കൊടുത്തു, പല ചർച്ചകളും നടത്തി, പല നിവേദനങ്ങളും മന്ത്രിമാർക്ക് സമർപ്പിച്ചു. എന്നിട്ട് പോലും കണ്ടു തുറക്കാൻ കഴിയാത്ത ഈ ഗവൺമെന്റ്, നമുക്ക് രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയമില്ലാത്ത നമ്മുടെ സംഘടനയാണ് AKT എന്ന സംഘടന. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടത്തി തരാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. നമുക്ക് കിട്ടേണ്ട നമ്മുടെ ആനുകൂല്യം, നമുക്കറിയാം പ്രസവാനുകൂല്യം ഒറ്റ തവണ 15,000 രൂപ നൽകണമെന്ന് നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ നിരന്തര സമരങ്ങൾ നടത്തിയതിന്റെ ഫലമായാണ് 2020 വരെയുള്ള ആനുകൂല്യം 15,000 രൂപ നമുക്ക് ലഭിച്ചത്. ഇപ്പോഴും നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക് 2,000 രൂപ വരെ പ്രസവാനുകൂല്യം കിട്ടിയിട്ട് 13,000 രൂപ ഗവൺമെന്റ് കൊടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ സേവകട്ട പറഞ്ഞ പോലെ കുടിശ്ശിക നമുക്ക് പലർക്കും ഇവിടെ പെൻഷൻ പറ്റിയ പലർക്കും കുടിശ്ശിക കിട്ടാനുണ്ട്.
ഗവൺമെന്റ് എന്ന് നമ്മുടെ പെൻഷൻ ഫോം കൊടുക്കുന്നു, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് അതിന് സൈൻ ചെയ്യുന്നു, അന്നു മുതലേ നമുക്ക് പെൻഷൻ കിട്ടുകയുള്ളൂ. ഏരിയ പ്രസിഡന്റ് PT സേവ്യർ അധ്യക്ഷത വഹിച്ചു. അമ്മിണി കുമാരൻ, സുഭദ്ര ശങ്കരനാരായണൻ, ലൈജ വർഗീസ്, ഷീല സദൻ, മേരി ഇഗ്നേഷ്യസ് എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തെരുവുനാടകം അവതരിപ്പിച്ചു. പറവൂർ സ്റ്റാൻഡിൽ നടന്ന പരിപാടി പറവൂർ എക്സൈസ് ഇൻസ്പെക്ടർ P. സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ജാക്സൺ കാട്ടുപറമ്പിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. കുമാരി രഞ്ജിമ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സിസ്റ്റർ ഷൈനിമോൾ സംസാരിച്ചു. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെയും കാരിത്താസ് ഇന്ത്യയുടെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സജീവം ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ലഹരി ഉപേക്ഷിക്കൂ, തേൻകുടമാകുന്ന കുടുംബത്തെ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി കിഡ്സിലെ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾ തെരുവുനാടകം അവതരിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അന്നമനടയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് പുറത്ത്. ടെസി ടൈറ്റസിനെതിരെയുള്ള അവിശ്വാസം 10-8 അനുപാതത്തിലാണ് പാസായത്. അമിതവിലയ്ക്ക് അനധികൃത മദ്യവിൽപ്പന നടത്തുന്നയാളെ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. പോത്തുംകടവ് നാളിയാട്ട് വീട്ടിൽ ഷമിതനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് പിടികൂടിയത്. ലഹരി വിരുദ്ധ സന്ദേശം നൽകി പറവൂർ ബസ് സ്റ്റാൻഡിൽ തെരുവുനാടകം. വിദ്യാർത്ഥികൾ തെരുവുനാടകം അവതരിപ്പിച്ചത് കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.